അത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. ഒന്നാമത് മനസ്സിലാക്കേണ്ടത് കൊടും ചൂടാണ്. അതെങ്ങനെ ചില ബൂത്തുകളിലേക്ക് മാത്രം ആളുകളെത്തണം? അങ്ങനെ കേരളം മുഴുവൻ ഉച്ച കഴിഞ്ഞിട്ട് 3 മണി കഴിഞ്ഞിട്ട് ഒരുമിച്ച് പോകണ്ടേ? നിങ്ങളെല്ലാം മാധ്യമപ്രവർത്തകരല്ലേ, നിങ്ങൾ എല്ലാ സ്ഥലത്തും പോയി കണ്ടാണല്ലോ. കുറേ സ്ഥലങ്ങളിൽ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, ഭംഗിയായിട്ട് നടന്നല്ല. കുറേ സ്ഥലങ്ങളിൽ മാത്രം ഒരു കാലത്തും നമ്മൾ എത്ര തെരഞ്ഞെടുപ്പ് വളരെ അപൂർവം സ്ഥലങ്ങളിൽ മാത്രം ഇങ്ങനെ 6 മണി കഴിഞ്ഞിട്ട് ഒരു ചെറിയ ക്യൂ ഒക്കെ കാണും. 10 മണി വരെ നീണ്ടു നിന്ന കാലം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ട്? രാവിലെ 7 മണിക്ക് തുടങ്ങിയ പോളിംഗ് അല്ലേ? അത് ഇതൊരു കാരണമാണ്. പിന്നീട് ഈ വോട്ടർ പട്ടിക ക്ലീൻ അല്ല, അതും ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്. ഡബിൾ വോട്ടിംഗ് വരുന്നത്, ഈ മരിച്ചവരുടെ പേര് നീക്കം ചെയ്യാതിരിക്കുന്നത് വളരെ മോശമായിട്ടാണ് ഈ വോട്ടർ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ദയനീയമായ പരാജയമായി കേരളത്തിൽ. വോട്ടർ പട്ടിക പോലും, നീറ്റായിട്ടുള്ള വോട്ടർ പട്ടിക പോലും കൊടുക്കാൻ പറ്റിയില്ല. ഇത്രയും ടെക്നിക്കൽ നോഹൗ ഉള്ള കാലത്ത്, ഇത്രയും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉള്ള കാലത്ത് എന്തുകൊണ്ടാണ് ഒരു വോട്ടർ പട്ടിക, നീറ്റായിട്ടുള്ള ഒരു വോട്ടർ പട്ടിക പോലും കൊടുക്കാത്ത? ലോകം മുഴുവൻ BLOമാരുണ്ടല്ലോ, BLOമാർ വെച്ചിട്ടില്ലേ? BLOമാർ റിപ്പോർട്ട് ചെയ്യണ്ടേ? മരിച്ചവരുടെ പേര് റിമൂവ് ചെയ്യണമെന്ന് റിപ്പോർട്ട് ചെയ്യാത്ത BLOക്കെതിരെ നടപടി എടുക്കണ്ടേ? BLOക്ക് എന്താ ജോലി? ആ ബൂത്തിൽ മരിച്ച ആളുകൾ ആരാണ്? സ്ഥലത്തില്ലാത്ത ആളുകൾ ആരാണ്? 6 മാസമായിട്ട് ഇവിടെ താമസിക്കാത്ത ആളുകൾ ആരാണ്? അവരുടെ പേരുകൾ കൊടുക്കണ്ടേ? ഇരട്ടിപ്പ്, ഒരു ബൂത്തിൽ ഇരട്ടിപ്പ് പേരുണ്ടെങ്കിൽ അത് BLO എഴുതി കൊടുക്കണ്ടേ? അപ്പൊ അവർക്കൊന്നും അക്കൗണ്ടബിലിറ്റി ഇല്ല, ആരും ചോദ്യം ചെയ്യുന്നില്ല. കുറെ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് തോന്നിയ പോലെ ഒരു വോട്ടർ പട്ടിക ഉണ്ടാക്കി വെക്കുകയാണ്. അതും ഒരു കാരണമാണ്. ക്ലീൻ അല്ല വോട്ടർ പട്ടിക. വോട്ടർ പട്ടിക എപ്പോഴും ചെയ്യണം, അതല്ലേ ഇലക്ഷൻ കമ്മീഷന്റെ ജോലി എന്ന് പറയണം, പ്രധാനപ്പെട്ട ജോലി. അതാണല്ലോ ഞാൻ പറഞ്ഞത്, ആദ്യം പറഞ്ഞത്. അവസാനമാണോ ചോദിക്കണം? ആദ്യം തന്നെ പറഞ്ഞല്ലോ. ചോദിച്ചിട്ടല്ലേ മറുപടി പറയണേ? ചോദിച്ചുകൊണ്ടല്ലേ മറുപടി പറഞ്ഞത്? പരാതി ഇന്നലെ തന്നെ കൊടുത്തിട്ടുണ്ട്, എൽസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൊടുത്തു. അതായത് ഈ ചർച്ച അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞ തെരഞ്ഞെടുപ്പിന് അന്നാണ് പറഞ്ഞത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടി നേതൃത്വം ഗൌരവമായി ആലോചിക്കുന്നുണ്ട്. EP ജയരാജൻ ഒരു നടപടി പ്രതീക്ഷിക്കുന്നുണ്ട്? അല്ല, അത് അവരുടെ പാർട്ടിയിലെ ആഭ്യന്തര കാര്യമാണ്. ഏത് ലെവൽ വരെ EP ജയരാജനെതിരെ പാർട്ടിക്ക് പോകാൻ പറ്റുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് പ്രകാശ് ജാവദേക്കറെ EP ജയരാജൻ കണ്ടിരിക്കുന്നത്. ആ ഒറ്റ കാരണം കൊണ്ടാണ് പ്രകാശ് ജാവദേക്കറെ EP ജയരാജൻ കണ്ടതിൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ന്യായീകരിച്ച്. അല്ലെങ്കിൽ അതിലും തള്ളിപ്പറയുമായിരുന്നു. അതിൽ തള്ളിപ്പറയാൻ പറ്റില്ല, മനസ്സിലായില്ലേ? എന്തിനാ മുഖ്യമന്ത്രിയോടല്ലേ ഞങ്ങളുടെ ചോദ്യം അതാണ്, എന്തിനാണ് EP ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ടത്? അയാൾ ആരാണ്? കേന്ദ്രമന്ത്രിയൊന്നും അല്ലല്ലോ. എന്തിനാണ് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നത്? ഇതിലേ പോയി കാണുമല്ലോ, എന്റെ വീട്ടിൽ കയറിയിട്ടില്ലല്ലോ. ഈ റോഡിൽ കൂടി പോയി കാണുമല്ലോ, ഈ റൂട്ടിൽ കൂടി, ഹൈവേ കൂടി, NH കൂടി പോയി കാണല്ലോ. എന്റെ ബോർഡ് അവിടെ ഇരിക്കണ്ടല്ലോ, ഇദ്ദേഹം കയറിയില്ലല്ലോ, എന്നാ കയറി കണ്ടേക്കാന്ന് വിചാരിച്ചു. ഇത് ആക്കുളത്ത് പോയിട്ടേ, ആക്കുളത്താണ് ഈ വീട്, ഹൈവേയിൽ പോലും അല്ല, ആക്കുളത്താണ്. അവിടെ പോയെന്ന് പറഞ്ഞു. ഇതൊക്കെ ആര് വിശ്വസിക്കാനാ? അല്ലാന്ന് ഞാൻ അന്ന് പറഞ്ഞല്ലോ. അതായത് ഒരു ദിവസം ജയരാജ് ചോദിച്ചു, നന്ദകുമാറിനെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെയൊക്കെ മുമ്പിൽ വെച്ചല്ലേ ഈ വൈറ്റ്ലയിൽ വന്നിട്ട് നന്ദകുമാറിന്റെ അമ്മയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ പേരിൽ അവരെ വന്ന് ഷോൾ അണിയിച്ചത്. പിന്നെ അവര് തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് ഇപ്പൊ പിണറായി വിജയൻ തന്നെ സമ്മതിച്ചില്ലേ? അപ്പൊ ഇത് പിണറായി വിജയൻ അറിയായിരുന്നല്ലോ, നന്ദകുമാറുമായിട്ട് ബന്ധമുണ്ട്, പ്രകാശ് ജാവദേക്കറെ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം അറിയാവുന്ന ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയല്ലേ. സ്വന്തം എന്നിട്ട് ഇന്നലെ വന്ന് തള്ളിപ്പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇന്നലെ വന്ന് നന്ദകുമാറുമായിട്ടുള്ള ബന്ധം തള്ളിപ്പറയേണ്ട ആവശ്യമില്ല. നന്ദകുമാറായിട്ട് EP ജയരാജനും ബന്ധമുണ്ടെന്നും CPMലെ പലർക്കും ബന്ധമുണ്ടെന്നും നന്നായി അറിയാവുന്ന ആളല്ലേ പിണറായി വിജയൻ. പാർട്ടി യോധി പറഞ്ഞിട്ടില്ലല്ലോ, തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. പാർട്ടി CPM കേന്ദ്ര കമ്മിറ്റിക്ക് പരാതി കൊടുത്തിട്ടില്ലല്ലോ. ഇവിടുത്തെ സെക്രട്ടേറിയറ്റ് കൂടുമ്പോൾ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഒരാളുമായിട്ട്, ഇങ്ങനെ ഒരു വളരെ മോശമായിട്ടുള്ള ഒരാളുമായിട്ട് ഈ ജയരാജന് ബന്ധമുണ്ട്, ആ ജയരാജൻ ആ ബന്ധം അവസാനിപ്പിക്കണം? അല്ലെ പാർട്ടി തീരുമാനമെടുത്ത് ഈ ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ടോ? പാർട്ടി സെക്രട്ടറി അല്ലേ? പറഞ്ഞിട്ടില്ലല്ലോ. ഇന്നലെ വന്നിട്ട് അത് നാടകമല്ലേ, ഇന്നലെ വന്നിട്ട് കാണിച്ചിരിക്കുന്നത്.